നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വന്തം. ഇന്റർ മയാമി പൊട്ടിയിരിക്കുന്നു. അതും ലീഡെടുത്ത് മുന്നിൽ നിന്നിട്ട് പിന്നെ കളി കൈവിട്ടു. 7 ഗോളുകൾ പിറന്ന മത്സരം, ഒരു ഗോൾ വർഷം നടന്ന മത്സരമാണ്. 4-3 ഇന്റർ മയാമി പൊട്ടിയിരിക്കുന്നത്. 3-1 മുന്നിൽ നിന്നിട്ടാണ് പിന്നെ ഈ കളി തോറ്റത്. ലിയോ മെസ്സിയും ലൂയിസ് സുവാരസും ഒന്നും കളിക്കാനുണ്ടായിരുന്നില്ല. മെസ്സി എഫ് സി ഡല്ലാസ് 4ാമത്തെ ഗോൾ അടിക്കുമ്പോൾ സ്റ്റാൻഡിലിരുന്ന് ഇങ്ങനെ തലയിളക്കുന്നത് കാണാം അവിശ്വസനീയതയോടുകൂടി. കാരണം 3-1 മുന്നിൽ നിന്ന ടീമാണ് 4-3 പൊട്ടിയിരിക്കുന്നത്. കളിയിൽ മയാമിക്ക് വേണ്ടി പിക്കോൾട്ടും ഒബാൻഡയും മാർട്ടിനസുമാണ് ഗോളുകൾ നേടിയത്. മറുഭാഗത്ത് ബോർഡും ഉറോഗിഡയും ഹ്യൂലിയോയും പെഡ്രിഞ്ഞോയും ഗോളുകൾ നേടി. മുന്നേറ്റ നിരയിൽ ലിയോ മെസ്സി ഇല്ല, സുവാരസ് ഇല്ല. ഇന്റർ മയാമിയുടെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ഒബാൻഡോയും പിക്കോൾട്ടും ക്രവാഷിയും അഫോൻസോയും ഒക്കെയാണ് ഒരുമിച്ചിറങ്ങിയത്. കളിയുടെ 8ാമത്തെ മിനിറ്റിൽ മൂറിലൂടെ എഫ് സി ഡല്ലസ് മുന്നിലെത്തിയതാണ്. പക്ഷെ പിന്നീട് ഇന്റർ മയാമി കളി പിടിക്കുകയായിരുന്നു. 16ാമത്തെ മിനിറ്റിൽ പിക്കോൾട്ടിലൂടെ അവർ ഒപ്പമെത്തി. 29ാമത്തെ മിനിറ്റിൽ ഒബാൻഡയുടെ ഗോൾ പിറക്കുന്നു. 2-1 ഇടവേള സമയത്ത് മുന്നിൽ. 2ാം പകുതിയിൽ 56ാമത്തെ മിനിറ്റിൽ മാർട്ടിനസിന്റെ ഗോൾ കൂടി പിറക്കുന്നു. ഇന്റർ മയാമി 3-1 മുന്നിൽ. പക്ഷേ കളി കൈവിടുന്നതാണ് പിന്നീട് കാണുന്നത്. മഷാനയുടെ സബ്സ്റ്റിറ്റ്യൂഷനൊക്കെതിരെ വലിയ ശക്തമായിട്ടുള്ള എതിർപ്പുകളും ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കളിയിൽ റൊഡൻഡോയെ ഇറക്കിയെടുത്ത് കളി പാളി എന്ന് വിശ്വസിക്കുന്നവരുണ്ട്. എന്തായാലും പക്ഷെ അതിന് മുമ്പ് തന്നെ ഗോൾ വീണ് തുടങ്ങിയിരുന്നു. ഉർഹോഗിഡയിലൂടെ ഒരു ഗോൾ മടക്കി എഫ് സി ഡല്ലാസ് സ്കോർ ബോർഡ് 3-2 എന്ന രൂപത്തിലേക്ക് ആക്കിയിരുന്നു. പിന്നാലെയാണ് അഫോൻസോയെ പിൻവലിച്ചുകൊണ്ട് റൊഡൻഡോയെ കോച്ച് കളിക്കളത്തിലേക്ക് വിടുന്നത്. ഡിഫൻസീവ് മിഡ്ഫീൽഡർ വന്നിട്ടും പക്ഷേ കാര്യങ്ങൾ മാറ്റിമറിക്കാൻ പറ്റിയില്ല. പെഡ്രിഞ്ഞോയുടെ അസിസ്റ്റിൽ നിന്ന് ഹ്യൂലിയോയുടെ ഗോൾ പിറക്കുന്നു. ഒടുവിൽ 81ാമത്തെ മിനിറ്റിൽ പെഡ്രിഞ്ഞോ തന്നെ ഗോൾ അടിച്ചപ്പോൾ 3-4 വിജയത്തിലേക്ക് എഫ് സി ഡല്ലസ് കടന്നുപോയി. MLS ഈ സീസണിലെ ആദ്യ തോൽവിയാണ് ഇന്റർ മയാമി ഏറ്റുവാങ്ങിയിരിക്കുന്നത്. ഇതോടുകൂടി 9 കളികളിൽ നിന്ന് 18 പോയിന്റുമായിട്ട് ഇന്റർ മയാമി ലീഗ് ടേബിളിൽ 5ാം സ്ഥാനത്താണ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.